അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം മലയാളികളിലേക്കും നീങ്ങുന്നു. കേസിൽ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ടാൻസാനിയൻ യുവതിയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ടാൻസാനിയക്കാരായ 2 പ്രതികൾക്കുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം അടുത്ത ദിവസം നൽകും. റിയാസ് കേമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ അനിവാര്യമാണ്, കാരണം അന്താരാഷ്ട്ര ലഹരി സംഘമാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. ഇനി ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നാലേ ഇതിൽ ആരൊക്കെയുണ്ട്, ഇതിൽ മലയാളികളിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇത് എത്രത്തോളം വലിയൊരു ശൃംഖലയാണ് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കൂ, അല്ലേ? ഗുഡ് മോർണിംഗ് കാളിദാസ്. ഈ അന്താരാഷ്ട്ര ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിൽ പോയി 2 ടാൻസാനിയക്കാരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനു പിന്നാലെ കുന്നമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് വലിയൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളോ യുവാക്കളോ ഒക്കെയാണ് ഇതിനകത്ത് ഇവരുടെ ഒരു ഉപഭോക്താക്കളായി ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ ടാൻസാനിയൻ പൗരനായിട്ടുള്ള ഡേവിഡ് എൻഡമി, ഈ കേസിലെ 1-ാം പ്രതി, 2-ാം പ്രതിയായിട്ടുള്ള ഇയാളുടെ പെൺസുഹൃത്ത് അറ്റ്ക ഹരുണ മയോങ്ക, ഇവരുടെ 2 പേരുടെയും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ 4 മാസത്തിനിടെ 1.30 കോടി രൂപയാണ് ട്രാൻസാക്ഷനായി വന്നിട്ടുള്ളത്. ഇതിൽ ഈ ട്രാൻസാക്ഷൻ വന്ന സാഹചര്യം അതിൽ കൂടുതലും മലയാളികളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. എന്തിനാണ് ഈ ടാൻസാനിയൻ പൗരന്മാർക്ക് ഇവർ പണം അയച്ചു നൽകിയത് എന്ന് വ്യക്തമാക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും. കാരണം കൃത്യമായ രീതിയിൽ ഇതിൽ അന്വേഷണം പോലീസ് നടത്തുന്നു. കാരണം സാധാരണ ലഹരി കേസുകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായൊരു അന്വേഷണമാണ് കുന്നമംഗലം പോലീസ് ഈ ഒരു വിഷയത്തിൽ നടത്തുന്നത്. മറ്റൊന്ന്, ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ടാൻസാനിയൻ യുവതി അറ്റ്ക ഹരുണ മയോങ്കയെ കോഴിക്കോട് ജയിലിൽ നിന്നും കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡേവിഡ് എൻഡമി കോഴിക്കോട് ജില്ലാ ജയിലിൽ തന്നെ തുടരും. അറ്റ്ക ഹരുണ മയോങ്കയെ ഇന്നലെയാണ് കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത്. കണ്ണൂർ വനിതാ ജയിലിലേക്ക്, കൂടുതൽ സൗകര്യങ്ങളുള്ള ജയിലിലേക്ക് അവരെ മാറ്റുക, പ്രത്യേകിച്ച് ഒരു വനിതാ തടവുകാരിയാണ്, ആ ഒരു പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, ഒരു വനിതാ തടവുകാരിക്ക് വനിതാ ജയിലായിരിക്കും കൂടുതൽ സുരക്ഷിതമായ ഒരു ഇടമായി ഉണ്ടാവുക. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാൻ അതായിരിക്കും ഉചിതമാകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കണ്ണൂരിലെ വനിതാ ജയിലിലേക്ക് മാറ്റിയത്. മറ്റൊന്ന്, കാളിദാസ് ചോദിച്ചതുപോലെ ഇവരുടെ കസ്റ്റഡി അപേക്ഷ അത് നാളെയോ മറ്റന്നാളോ ആയി അടുത്ത ദിവസം തന്നെ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കുന്നമംഗലം പോലീസ് നൽകും. അത് എത്ര ദിവസം വേണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അത് ACP കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷിൻ്റെയും ഒപ്പം തന്നെ കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ S കിരണിൻ്റെയും നേതൃത്വത്തിൽ ഉന്നതതല പോലീസുകാരെല്ലാം തന്നെ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കും എത്ര ദിവസം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങണം, ഇവർ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്യണം. ഇനി തെളിവെടുപ്പുകൾ അനിവാര്യമാണെങ്കിൽ തിരിച്ച് പഞ്ചാബിലെ നൈജീരിയൻ കോളനിയിൽ കൊണ്ടുപോയി തെളിവെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം കേരള പോലീസ് ഇവരെ പിടികൂടിയത് പഞ്ചാബിലെ നൈജീരിയൻ കോളനിയിൽ വെച്ചാണ്. നൈജീരിയൻ കോളനിക്കകത്തേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് അവരുടെ ഇടയിലേക്ക് പോയി കയറി തിരികെ വരിക എന്നുള്ളത് പ്രയാസകരമാണ്. പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയയ്ക്ക് ഏറെ പേരുകേട്ട ഒരു ഇടം കൂടിയാണ് പഞ്ചാബിലെ ലവ്ലി യൂണിവേഴ്സിറ്റിക്ക് പരിസരത്തുള്ള ഈ നൈജീരിയൻ കോളനി എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഈ അറ്റ്ക ഹരുണ മയോങ്കയെയും ഡേവിഡ് എൻഡമിയും പോലുള്ള പ്രതികളെ കേരള പോലീസ് പിടികൂടിയത് എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവൃത്തിയായി നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു കേസിൽ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് കേരള പോലീസ്. അതിന്റെ ഭാഗം കൂടിയാണ് ഇതിന്റെ അന്വേഷണം മലയാളികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. മാത്രമല്ല, വനിതാ തടവുകാരിക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി അവരെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി എന്നുള്ളത്. കാളിദാസ്, തീർച്ചയായും റിയാസ്, എനിക്ക് തോന്നുന്നു ദേശീയ നാർക്കോട്ടിക് ബ്യൂറോ അടക്കം ഈ ഒരു കേസിൽ വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ രഹസ്യാത്മകമായ ഒരു അന്വേഷണം മറ്റൊരു രീതിയിൽ ഈ ഡൽഹി കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഈ ഡൽഹി കേന്ദ്രീകരിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ചും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുമോ? കാരണം അത്രത്തോളം വലിയൊരു കേസാണ്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കണ്ണികളാണിവർ.
തീർച്ചയായും ഈ ഒരു ഘട്ടം, ഈ ഒരു കേസിന്റെ ഘട്ടം, ഇതൊരു അതായത് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2025 ജനുവരി 21 കാരന്തൂരിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ വെച്ച് മലയാളികളായിട്ടുള്ള 2 യുവാക്കളെ, അഭിനവും ഇബ്രാഹിം എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശി, അഭിനവ് എന്ന് പറയുന്ന കോഴിക്കോട് ഉമ്മളത്തൂർ സ്വദേശി, ഇവരെ രണ്ടുപേരെയും 227 ഗ്രാം എന്ന വലിയ അളവ് MDMA-യുമായി പിടികൂടുന്നു. അതിനുശേഷം ഒരുപക്ഷെ സാധാരണ കേസുകൾ അവിടെ അവസാനിക്കുകയാണ് പതിവ്, ഈ MDMA കേസുകൾ. പക്ഷേ ഈ കുന്നമംഗലം SHO ആയിട്ടുള്ള S കിരണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടം കൊണ്ട് നിർത്താൻ തയ്യാറായില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും നല്ല ഇടപെടലായി നമ്മൾ കാണണം. അതിനുശേഷം പോലീസ് നേരെ ബാംഗ്ലൂരുവിലും മൈസൂരിലും ഗോവയിലുമെല്ലാം തന്നെ പോയി ഇത് സംബന്ധിച്ച് ഇതിന്റെ ഉറവിടങ്ങൾ തേടി പോവുകയാണ്. അങ്ങനെ അവിടെ ഒരു ഷമീൽ മുഹമ്മദ് എന്ന് പറയുന്ന മലയാളി ബാംഗ്ലൂരിൽ വെച്ച് പിടിയിലാകുന്നു. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഒരു ടാൻസാനിയൻ കണ്ണികളുണ്ട്, അന്താരാഷ്ട്ര കണ്ണികളുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. അത് ഇവർ പഠിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് എന്നൊരു വിവരം മാത്രമാണ്, പ്രവർത്തിക്കുന്ന ഡൽഹി അതിന്റെ പരിസരം കേന്ദ്രീകരിച്ചാണ് എന്നൊരു വിവരം മാത്രമായിരുന്നു അന്ന് പോലീസിന് ലഭിച്ചത്. അതിന്റെ ഭാഗമായി 2 പോലീസുകാരെ, സിവിൽ പോലീസ് ഓഫീസർമാരെ, ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെ നേരെ ഡൽഹിയിലേക്ക് അയക്കുന്നു. ഡൽഹിയിലേക്ക് അയച്ച് അവർ ദിവസങ്ങളോളം അവിടെ താമസിച്ച് ഒരു ഫീൽഡ് തല അന്വേഷണം നടത്തുന്നു. ഒരു സാധാരണക്കാരായ ആളുകളെ പോലെ, അല്ലെങ്കിൽ നമ്മൾ CID സിനിമകളിലൊക്കെ കണ്ടതുപോലുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് സിനിമയിൽ കണ്ടതുപോലുള്ള ഒരു അന്വേഷണം അവിടെ നടത്തുന്നു. അവിടെ നടത്തിയപ്പോഴാണ് ഇവർ പഠിക്കുന്നത് ഈ പഞ്ചാബിലെ ഏറ്റവും പ്രശസ്തമായ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ 4000-ഓളം മലയാളികൾ പഠിക്കുന്നുണ്ട്, 2000-ഓളം ടാൻസാനിയക്കാരടക്കമുള്ള ആഫ്രിക്കക്കാരടക്കമുള്ള ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവർ താമസിക്കുന്ന ഇടങ്ങൾ ഇവർ നോക്കുന്നു. അങ്ങനെ നൈജീരിയൻ കോളനിയാണെന്ന് വ്യക്തമാകുന്നു. പഞ്ചാബ് പോലീസിന്റെ സഹായം ഏറ്റവും ഒടുവിലാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. അതിൽ തന്നെ പഞ്ചാബ് പോലീസിന്റെ സഹായം ലഭിച്ചു എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു ഇടപെടൽ, ഇതിന്റെ ഒരു തന്ത്രമെല്ലാം മെനഞ്ഞത് കേരള പോലീസാണ്. അങ്ങനെ ഇവരെ പിടികൂടിയതും കേരള പോലീസ് തന്നെയാണ്. അങ്ങനെ പിടികൂടിയതിനു ശേഷമാണ് ഇത് മനസ്സിലാകുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പഞ്ചാബിലെ നോയിഡയിൽ പ്രവർത്തിക്കുന്ന ലഹരി ഉൽപാദന കേന്ദ്രങ്ങളെ കുറിച്ച് അറിയുന്നത്. നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ നാർക്കോട്ടിക് ബ്യൂറോ, ദേശീയ നാർക്കോട്ടിക് ബ്യൂറോ നേരത്തെ ഈ പഞ്ചാബിലെ നോയിഡയിലെ ഒരു ലഹരി ഉൽപാദന കേന്ദ്രം തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിലെ നോയിഡയും അതുമായി ബന്ധപ്പെട്ട പ്രവിശ്യകളും ഒപ്പം തന്നെ അവിടെയുള്ള ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ചുള്ള അന്വേഷണവുമെല്ലാം തന്നെ നേരത്തെ തന്നെ ഈ ദേശീയ നാർക്കോട്ടിക് ബ്യൂറോയുടെ പരിധിയിലുണ്ട്. അതുകൊണ്ട് ഈ കേസ് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ, അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ ടാൻസാനിയയിൽ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു പോയി അന്വേഷിക്കുക എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് നിയമപരമായ ചില പരിമിതികളുണ്ട്. ആ പരിമിതി മറികടക്കാൻ ഇതിന്റെ അന്വേഷണ പരിധി ആവശ്യമെങ്കിൽ ദേശീയ നാർക്കോട്ടിക് ബ്യൂറോ പോലുള്ള ദേശീയ ഏജൻസികൾക്ക് നൽകാൻ തയ്യാറാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായി ദേശീയ നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് ഈ നമ്മുടെ കുന്നമംഗലം പോലീസ് അധികൃതർ അറിയിക്കുന്നുമുണ്ട്. കാളിദാസ്, അന്താരാഷ്ട്ര ലഹരി കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു, മലയാളികളിലേക്കും നീങ്ങുകയാണ് ആ ഒരു കേസിൽ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ടാൻസാനിയൻകാരായ 2 പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം നൽകുമെന്നാണ്. അതിനെ തുടർന്ന് ചോദ്യം ചെയ്യലുമെല്ലാം ഉണ്ടാകും. ആ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും, കൃത്യമായൊരു ചിത്രം നമുക്ക് വ്യക്തമാകും. ഈ ഒരു ശൃംഖല എത്രത്തോളമാണ്, എത്ര വലിയ ശൃംഖലയാണ്, ആര് പിന്നിൽ ആര് മുന്നിൽ എന്നുള്ളതെല്ലാം ആ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് മനസ്സിലാവും. വലിയ രീതിയിൽ ദേശീയ രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസ് കൂടിയാണ് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.